വിശദമായ റിപ്പോർട്ടുകളിലേക്ക്. നെയ്യാറ്റിൻകര ഗോപന്റേത് സ്വാഭാവിക മരണമെന്ന് പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. അന്തിമ റിപ്പോർട്ടിൽ കൂടുതൽ കാര്യങ്ങൾ വ്യക്തമാകുമെന്ന് പോലീസ് പറഞ്ഞു. ആന്തരികാവയവങ്ങൾ വിശദ പരിശോധനയ്ക്ക് അയച്ചു. ഷിജോ കുര്യൻ വിശദാംശങ്ങൾ നൽകും. ഷിജോ, മൃതദേഹം പുറത്തെടുത്തതിന് ശേഷം പോസ്റ്റ്മോർട്ടത്തിന്റെ പ്രാഥമിക വിവരങ്ങൾ പുറത്തു വരുമ്പോൾ ഈ മരണത്തിൽ അസ്വാഭാവികത ഒന്നുമില്ല എന്ന് പൂർണ്ണമായി നമുക്ക് പറയാൻ കഴിയുമോ? ഈ അന്തിമ ഫലം എപ്പോഴത്തേക്ക് വരും? സൈഫുദ്ദീൻ, നമുക്ക് പൂർണ്ണമായിട്ട് നമുക്ക് പറയാൻ കഴിയില്ല. അല്പസമയത്തിനകം ഇപ്പോൾ നെയ്യാറ്റിൻകര ഗോപന്റെ മൃതദേഹം പുറത്തേക്ക് ഇറക്കും. പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കി മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടുകൊടുക്കുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. നെയ്യാറ്റിൻകര CI പ്രവീൺ ഇപ്പോൾ നെയ്യാറ്റിൻകര ഗോപന്റെ മകനുമായിട്ടും അവിടുത്തെ മറ്റ് ബന്ധപ്പെട്ട ജനപ്രതിനിധികളുമായിട്ടും സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയായിട്ടുണ്ട്. പോസ്റ്റ്മോർട്ടത്തിലെ പ്രാഥമിക കണ്ടെത്തൽ എന്ന് പറയുന്നത് ഇതിനകത്ത് മറ്റ് അസ്വാഭാവികതയൊന്നുമില്ല, സ്വാഭാവിക മരണം എന്നുള്ള ഒരു പ്രാഥമിക കണ്ടെത്തൽ ഇപ്പോൾ ഇതിനകത്ത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഉണ്ട് എന്നുള്ള വിവരമാണ് നമുക്ക് പോലീസിൽ നിന്ന് അറിയാൻ കഴിയുന്നത്. ഇത് ഒരു അന്തിമമായിട്ടുള്ള ഒരു ഫൈൻഡിങ്സിലേക്കല്ല പോയിട്ടുള്ളത്. പ്രൈമറി ഫൈൻഡിങ്സ് മാത്രമാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിനെ ഉദ്ധരിച്ചുകൊണ്ട് പോലീസിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നത്. ഇതിനകത്ത് നിലവിൽ പ്രാഥമിക പരിശോധനയിൽ മറ്റ് അസ്വാഭാവികതയൊന്നുമില്ല, സ്വാഭാവിക മരണം എന്ന് നമുക്ക് ഒരു നിഗമനത്തിലേക്ക് പോകാം, ഒരു പ്രാഥമികമായിട്ടുള്ള നിഗമനത്തിലേക്ക് പോകാം എന്നുള്ള വിവരമാണ് നമുക്ക് പോലീസ് നൽകുന്നത്. മറ്റ് ബലപ്രയോഗം നടന്നതിൻ്റെയോ അല്ലെങ്കിൽ മറ്റ് എന്തെങ്കിലും ക്ഷതമേറ്റതിൻ്റെയോ ഒന്നും തരത്തിലുള്ള ഒരു മുറിവോ പാടോ ചതവോ ഒന്നും നെയ്യാറ്റിൻകര ഗോപന്റെ ശരീരത്തിലില്ല. അതുകൊണ്ട് പ്രാഥമികമായിട്ടുള്ള റിപ്പോർട്ടിൽ, പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നത് ഇത് സ്വാഭാവിക മരണമാണ് എന്നുള്ള കാര്യം പ്രാഥമിക റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. എന്തായാലും അന്തിമമായിട്ടുള്ള പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്, വിശദമായിട്ടുള്ള പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഏതാണ്ട് 2 ആഴ്ചയെങ്കിലും സമയമെടുക്കും. 2 ആഴ്ചയ്ക്ക് ശേഷം മാത്രമേ ഇത് സംബന്ധിച്ചുള്ള അന്തിമമായിട്ടുള്ള കൂടുതൽ വിവരങ്ങൾ ഉൾക്കൊള്ളിച്ചുള്ള പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ വിവരങ്ങൾ പുറത്തു വരികയുള്ളൂ. ആന്തരിക അവയവങ്ങൾ ഫോറൻസിക് പരിശോധനയ്ക്ക് അടക്കം വിധേയമാക്കേണ്ടതുണ്ട്. ഫോറൻസിക് പരിശോധനയ്ക്ക് അടക്കം വിധേയമാക്കി ആ റിപ്പോർട്ട് കൂടി പുറത്തു വന്നാൽ മാത്രമേ ഇത് സംബന്ധിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ പുറത്തു വരികയുള്ളൂ. പ്രാഥമികമായിട്ടുള്ള പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ വിവരം എന്ന് പറയുന്നത് ഇതൊരു സ്വാഭാവിക മരണമെന്ന് നമുക്ക് ഇപ്പോൾ അനുമാനിക്കാം എന്നുള്ള വിവരം പോലീസ് പങ്കുവെക്കുന്നുണ്ട്. പക്ഷേ ഇത് വിശദമായിട്ടുള്ള കൂടുതൽ പരിശോധനകൾക്ക് വിധേയമാക്കിയാൽ മാത്രമേ ഈ മരണം സംബന്ധിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ പുറത്തു വരികയുള്ളൂ. എന്തായാലും മൃതദേഹം ഇപ്പോൾ പുറത്തേക്ക് ഇറക്കാൻ ഒരുങ്ങുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാവുന്നത്. നെയ്യാറ്റിൻകര പോലീസ് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യത്തിൽ ഇപ്പോൾ നെയ്യാറ്റിൻകര ഗോപന്റെ മകൻ സനന്ദനോടും മറ്റുള്ളവരോടും നെയ്യാറ്റിൻകര CI പ്രവീൺ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏതാണ്ട് 2-2.5 മണിക്കൂർ എടുത്താണ് ഈ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കിയത്. സാധാരണഗതിയിൽ 1 മണിക്കൂറോ 1.5 മണിക്കൂറോ കൊണ്ട് പൂർത്തിയാക്കാൻ കഴിയുന്ന പോസ്റ്റ്മോർട്ടം നടപടികളാണ് നമ്മൾ നേരത്തെ കണ്ടിട്ടുള്ളത്. എന്നാൽ ഇതിപ്പോൾ 2.5 മണിക്കൂറിലധികം എടുത്തുകൊണ്ടാണ് പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കിയത്. അതിനുശേഷം ഈ പോസ്റ്റ്മോർട്ടം നടത്തിയ 8 അംഗ ഡോക്ടർമാരുമായിട്ട് പോലീസ് സംഘം വിശദമായിട്ട് കാര്യങ്ങൾ സംസാരിക്കുകയും ചെയ്തു. ആ സംസാരിച്ച ഇതിലെ വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ആ പ്രാഥമികമായിട്ട് ഇവർക്ക് ഡോക്ടർമാർ പറഞ്ഞതിൻ്റെ പ്രകാരം പോലീസ് മനസ്സിലാക്കിയത് ഈ പറയുന്ന കാര്യങ്ങളാണ്. പ്രാഥമികമായിട്ടുള്ള ഒരു വിലയിരുത്തൽ എന്ന് പറയുന്നത് ഇതൊരു സ്വാഭാവിക മരണമെന്ന് നമുക്ക് വിലയിരുത്താം. പക്ഷേ അന്തിമമല്ല. അന്തിമമായിട്ടുള്ള വിവരങ്ങൾ ഈ ആന്തരിക അവയവങ്ങളടക്കം ഫോറൻസിക് പരിശോധനയ്ക്കും മറ്റ് കൂടുതൽ ശാസ്ത്രീയമായ പരിശോധനകൾക്കും വിധേയമാക്കിയാൽ മാത്രമേ ഇത് സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ പുറത്തു വരികയുള്ളൂ എന്നുള്ള കാര്യമാണ് പോലീസും പറയുന്നത്. എന്തായാലും മൃതദേഹം ഇപ്പോൾ പുറത്തേക്ക് ഇറക്കി മകൻ സനന്ദനെ ഏൽപ്പിക്കും. മകൻ അത് ഈ മൃതദേഹവുമായിട്ട് നെയ്യാറ്റിൻകരയിലെ വീട്ടിലേക്ക് പോകും എന്നുള്ള വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. എന്തായാലും മൃതദേഹം ഇപ്പോൾ പുറത്തേക്ക് ഇറക്കാൻ ഒരുങ്ങുന്നു എന്നുള്ള കാര്യങ്ങൾ കൂടി നമുക്ക് മനസ്സിലാവുന്നുണ്ട്. എന്തായാലും ഇപ്പോൾ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വരേണ്ടതുണ്ട്. അങ്ങനെയാണെങ്കിൽ മാത്രമേ ദുരൂഹത പൂർണ്ണമായി നീങ്ങൂ, സ്വാഭാവികതയില്ലെന്ന് പൂർണ്ണമായും വ്യക്തമാകൂ. ഇനിയിപ്പോൾ ഈ മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകുകയാണ്. ഈ മൃതദേഹം ഇനി എങ്ങനെയാണ് അവർ സംസ്കരിക്കുന്നത്? അതിന് ഇനിയുള്ള ചടങ്ങുകളെക്കുറിച്ച് കുടുംബം എന്തെങ്കിലും വിവരങ്ങൾ നൽകിയിട്ടുണ്ടോ? സൈഫുദ്ദീൻ, അക്കാര്യം സംബന്ധിച്ച് കുടുംബം എന്താണ് തീരുമാനം എടുത്തിട്ടുള്ളതെന്ന് ഇതുവരെ അവർ പറഞ്ഞിട്ടില്ല. എന്തായാലും കുടുംബത്തിൻ്റെ പ്രതിനിധികൾ ഇവിടെയുണ്ട്. അവരിപ്പോൾ ഇപ്പോൾ ഈ പോലീസ് ഉദ്യോഗസ്ഥരുമായിട്ട് സംസാരിക്കുകയാണ്. അതിനുശേഷം മാത്രമായിരിക്കും ഈ മൃതദേഹം ഇപ്പോൾ പുറത്തേക്ക് എടുക്കുക. നമുക്ക് ഈ ദൃശ്യങ്ങളിലേക്ക് പോകാൻ കഴിയുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. പക്ഷേ കുറേയധികം ആളുകൾ ഈ പ്രദേശത്ത് ഇങ്ങനെ കൂടി നിൽക്കുകയാണ്. അതുകൊണ്ട് നമുക്ക് അവിടെ ആ ഒരു ദൃശ്യങ്ങളിലേക്ക് നമുക്കിപ്പോൾ പോകാൻ കഴിയുന്നതിന് കുറച്ച് പരിമിതികളുണ്ട്. എന്തായാലും അല്പസമയത്തിനകം ഈ മൃതദേഹം പുറത്തേക്ക് എടുക്കും. ആ മൃതദേഹം പുറത്തേക്ക് എടുക്കുമ്പോഴായിരിക്കും മാത്രമല്ല ഷിജോ, ഇതിപ്പോൾ അസ്വാഭാവികത ഒന്നും ഇല്ല എന്നൊരു പ്രാഥമിക റിപ്പോർട്ട് പുറത്തു വന്ന സ്ഥിതിക്ക് കുടുംബത്തിന്റെ മകന്റെ ഒക്കെ പ്രതികരണം പ്രധാനവുമാണെന്ന് തോന്നുന്നു. സൈഫു, നമുക്ക് അല്പസമയത്തിനകം മകൻ്റെ പ്രതികരണം അടക്കം നമുക്ക് ലഭ്യമാകുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. കാരണം ഇതൊരു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ പ്രാഥമികമായിട്ടുള്ള കണ്ടെത്തലുകൾ പ്രകാരം ഇതൊരു സ്വാഭാവിക മരണമാണ് എന്ന് വിലയിരുത്താവുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോയിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവിക മരണം എന്ന് വിലയിരുത്തുമ്പോഴും അതിനകത്ത് കൂടുതൽ വിശദമായിട്ടുള്ള പരിശോധന അടക്കം നടത്തേണ്ടതായുണ്ട്. ഇപ്പോൾ നമുക്ക് ഈ ദൃശ്യങ്ങൾ കാണാം. നെയ്യാറ്റിൻകര CI പ്രവീണിൻ്റെ നേതൃത്വത്തിൽ സനന്ദനോടക്കം സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. VSTPയുടെ ആളുകളടക്കമുള്ള ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. അവരോടക്കം ഈ കാര്യങ്ങൾ പറഞ്ഞ് വിശദീകരിക്കുകയാണ്.
എന്തായാലും ഈ അവരോട് സംസാരിച്ചതിന് ശേഷമായിരിക്കും മൃതദേഹം പുറത്തേക്ക് എടുക്കുക. നെയ്യാറ്റിൻകര CI ഉദ്യോഗസ്ഥൻ അദ്ദേഹമാണ് ഇത് സംബന്ധിച്ചുള്ള അന്വേഷണം ഇതുവരെയുള്ള കാര്യങ്ങൾ പൂർത്തിയാക്കിയത്. അപ്പോൾ അദ്ദേഹം ഡോക്ടർമാരുമായിട്ട് സംസാരിച്ചിരുന്നു. അദ്ദേഹത്തോടാണ് ഡോക്ടർമാർ ഇത് സംബന്ധിച്ചുള്ള കാര്യങ്ങൾ പ്രാഥമികമായിട്ടുള്ള ചില കണ്ടെത്തലുകൾ പങ്കുവച്ചത്. ആ വിവരമാണ് നമുക്ക് അല്പസമയം മുമ്പ് നമ്മൾ നൽകിയത്. അതായത് ഇതിനകത്ത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ മറ്റ് അസ്വാഭാവികത ഒന്നും തന്നെ ഇല്ല. ഇപ്പം ഈ അസ്വാഭാവിക മരണം ഉണ്ടാകുന്നത് പോലെ ഉണ്ടാകുന്ന ഒരു ബലം പ്രയോഗം നടന്നതിൻ്റെയോ അല്ലെങ്കിൽ ഒരു ക്ഷതമേറ്റതിൻ്റെയോ മുറിവിൻ്റെയോ ആയിട്ടുള്ള പാടുകൾ നിലവിലില്ല. അപ്പോൾ മറ്റെന്തെങ്കിലും തരത്തിലുള്ള അസ്വാഭാവികത ഉണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ വിശദമായിട്ട് പരിശോധനയ്ക്ക് ശേഷം മാത്രമേ മനസ്സിലാവുകയുള്ളൂ. അത് സംബന്ധിച്ചുള്ള പോസ്റ്റ്മോർട്ടം നടപടികളുടെ ഒരു റിപ്പോർട്ട് പുറത്തു വരണമെങ്കിൽ 2 ആഴ്ചയെങ്കിലും കാത്തിരിക്കണം. എന്തായാലും അല്പസമയത്തിനകം ഈ മൃതദേഹം പുറത്തേക്ക് ഇറക്കും. അപ്പോൾ നമുക്ക് സനന്ദന്റെ അടക്കം പ്രതികരണം നമുക്ക് തേടാം. തീർച്ചയായും ഇനിയിപ്പോൾ ആ മൃതദേഹം ബന്ധുക്കൾക്ക് മക്കൾക്ക് വിട്ടു നൽകുകയാണ്. ഇനിയുള്ള സംസ്കാര ചടങ്ങുകൾ എങ്ങനെയാണ് എന്നുള്ള ചോദ്യത്തിന് ആ കുടുംബം തന്നെയാണ് ഉത്തരം നൽകേണ്ടത്. ഇനിയുള്ള കുടുംബത്തിൻ്റെ നീക്കങ്ങളും വളരെ പ്രധാനപ്പെട്ടതാണ്. അവർ ആദ്യം തന്നെ ആ മക്കൾ ഒരു സ്വാഭാവിക സമാധിയാണ് എന്നുള്ള പ്രതികരണം അവരുടെ ഭാഗത്തുനിന്ന് വന്നതാണ്. അങ്ങനെയല്ല, ദുരൂഹതയുണ്ട് എന്ന് മറുത്തൊരാരോപണം വന്നപ്പോൾ ആ ദുരൂഹത നീക്കുന്നതിന് വേണ്ടിയാണ് മൃതദേഹം പുറത്തെടുത്ത് പോസ്റ്റ്മോർട്ടം ചെയ്തത്. ഇനിയിപ്പോൾ പ്രാഥമിക റിപ്പോർട്ടിൽ അസ്വാഭാവികതയില്ല എന്ന് കണ്ടെത്തിയ സ്ഥിതിക്ക് ആ മകനും കുടുംബത്തിനും ഇനിയിപ്പോൾ എന്ത് പറയാനുണ്ട് എന്നുള്ളതും പ്രധാനപ്പെട്ടതാണ്. അവരുടെ പ്രതികരണം അല്പസമയത്തിനകം ലഭ്യമാകുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുകയാണ്.